നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ടിപ്സ് എന്ന് പറയുന്നത്, പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ വീട്ടിൽ പണം എവിടെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പണപ്പെട്ടി എവിടെ വയ്ക്കാം. ഞാൻ 1-2 വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട്, അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും ഫെങ്ഷി അനുസരിച്ചും ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള ഒരു ടിപ്സാണ് ഇതിനകത്തുനിന്ന് തരുന്നത്. പണപ്പെട്ടി എവിടെ സൂക്ഷിച്ചാൽ നമുക്ക് സാമ്പത്തികം നിലനിർത്താൻ പറ്റും, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. വിഷയത്തിലൂടെ കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ് മഠകുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സിന് വാട്സാപ്പ് ചെയ്യൂ. ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അതിൽ ചെറിയൊരു എമൗണ്ട് ഉണ്ട്, അത് അടയ്ക്കാം. അല്ല, നമുക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട് വന്ന് നോക്കി, കേരളത്തിനകത്തും പുറത്തും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം. അടുത്ത മാസം ഒരു 15-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും ഞാൻ ദുബായിലോട്ട് വരുവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഏപ്രിൽ ഒരു 15 കഴിയുമ്പോൾ ഞാൻ ദുബായിലോട്ട് വരും. മെയ് 8 നമ്മുടെ കുബേര ജയന്തി. മെയ് 8 പ്രോഗ്രാമിന് മുമ്പ് ഞാൻ ദുബായിൽ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ദുബായിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങളത് വാട്സപ്പ് ചെയ്യൂ. നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന സമയത്ത് നമുക്ക് നോക്കി കറക്റ്റ് ചെയ്യാം. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും കഴിഞ്ഞ ഇന്നലത്തെ ഒരു ദിവസം, ഇന്നലെ കാരണം അമാവാസി ഇന്നലെ വൈകുന്നേരം 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടുത്തെ പൂജ ഉച്ചയ്ക്കായതുകൊണ്ട് അമാവാസി ഇന്നലെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തിരക്കിലായി. ഇപ്പോൾ മാത്രമല്ല ശനിയാഴ്ചത്തെ കുബേര പൂജയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ശനി മാറ്റത്തിൻ്റെ ഒരു ദിവസവും കൂടിയാണ്. അത്രയും നമ്മൾ അത്രത്തോളം കെയർ ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇനിയുള്ളൊരു 3-4 ദിവസം. അപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. 2025 മാർച്ച് മാസം 31-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട് മീനം, 17-ാം തീയതി തിങ്കളാഴ്ചയാണ് നാളത്തെ സൂര്യോദയം രാവിലെ 6:23 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുകാലം 7:53 9:23 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:01 12:23 മധ്യയാണ്. മുഹൂർത്തം 12:27 12:49 മധ്യയാണ്. യമകണ്ഠ സമയം 10:53 12:23 മധ്യയാണ്. ഗുളികൻ ഉദയം 1:53 3:23 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അശ്വതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ്. എന്നാലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെണ്ണുകാണൽ ചടങ്ങ് ഒക്കെ നടത്തുവാനോ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നല്ലൊരു ദിവസമാണ്. യാത്രയ്ക്കും അതേപോലെ തന്നെ ഔഷധ സേവയ്ക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വിദ്യാരംഭത്തിന് ശില്പ അഭ്യാസങ്ങൾക്ക് ശില്പകർമ്മങ്ങൾ ചെയ്യുവാൻ പഠിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയതാണ്. സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തുകർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ നല്ലൊരു ദിവസം കൂടിയാണ്. വസ്തുക്കൾ വാങ്ങുവാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ ഒരു അത്ര നല്ല ഒരു ദിവസമല്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളും. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടത്തോൾ ദോഷം, വസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 ഏപ്രിൽ 1-ാം തീയതി 1200-ാം ആണ്ട് മീനം 18 ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:23 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുകാലം 3:23 4:53 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:01 12:23 മധ്യയാണ്. മുഹൂർത്തം 12:27 12:49 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 9:23 10:53 മധ്യയാണ്. ഗുളികൻ ഉദയം 12:23 1:53 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ദിവസമാണ്. ഈ 2 ദിവസവും ശുഭകർമ്മങ്ങൾക്ക് അത്ര അനുകൂലമല്ലാത്ത ദിവസമാണ്. പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ ചൊവ്വാഴ്ച ദിവസം എവിടെയെങ്കിലും യാത്രയൊക്കെ പോകണമെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. യാത്രയ്ക്ക് അത്ര അനുകൂലമല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും ഈ പരിഹാര കർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ്. വ്യാപാരം, സഹകരണം, ദീർഘനാൾ പ്രവർത്തനങ്ങൾ, പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വാസ്തുകർമ്മങ്ങൾക്കൊന്നും നമുക്കത്ര നല്ലൊരു ദിവസമല്ല. എന്നാലും നമുക്ക് ഈ കിണർ കുഴിക്കുവാനും അതേപോലെ തന്നെ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തടാകങ്ങളൊക്കെ ഉണ്ടാക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്.
കുഴപ്പമില്ല, അത്ര ഒരു പ്രശ്നമൊന്നുമില്ല. ചൊവ്വാഴ്ചത്തെ ദിവസം കുഴപ്പമില്ല, അങ്ങനെ പോകും. കാരണം നമുക്ക് ചൊവ്വാഴ്ചത്തെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം ഉള്ള വീടുകളിൽ ചൊവ്വാഴ്ച ദിവസം ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും. കാരണം കുടുംബ കലഹങ്ങൾ കുറേ ഒഴിവാകും. മാത്രമല്ല, ഇന്നും നാളെയും, ഇന്ന് വൈകുന്നേരവും, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും രാഹുകാല സമയത്ത് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് മറക്കരുത്, നാരങ്ങ വിളക്ക് നിങ്ങൾ കത്തിച്ചോളൂ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കടക്കുകയാണ്. നമ്മുടെ വാസ്തുപ്രകാരം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ചെറുതായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു വീട്ടിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് ക്യാഷ് സൂക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞുതരാം. പടിഞ്ഞാറുള്ള റൂമിലോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറുള്ള റൂമിലോ അല്ലെങ്കിൽ തെക്കുള്ള റൂമിലോ ആണ് നമുക്ക് ഈ പണം സൂക്ഷിക്കുവാൻ ഏറ്റവും നല്ലത്. ഒന്നുകിൽ പടിഞ്ഞാറ്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ്, അല്ലെങ്കിൽ തെക്ക്. അപ്പോൾ ഈ റൂമുകളിലായിരിക്കണം നമ്മൾ വീട്ടിൽ പണം സൂക്ഷിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ നമ്മൾ പണം സൂക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ഈ തെക്ക് പടിഞ്ഞാറ് റൂമിൽ നമ്മൾ വടക്ക് പടിഞ്ഞാറ് റൂമിൽ നമ്മൾ പണം സൂക്ഷിക്കുകയാണെങ്കിൽ പണം നമ്മളെ കയ്യിൽ നിന്ന് പറന്നു പോകുന്നതാണ് പറയുന്നത്. കാരണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് തെക്ക് കിഴക്കുള്ള റൂമിലാണ് നമ്മൾ പണം സൂക്ഷിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം വിട്ടുമാറാതിരിക്കും. സാമ്പത്തികം എത്ര വന്നാലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അത്രത്തോളം ദാരിദ്ര്യവും നമുക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാൽ തെക്ക് കിഴക്ക് ഭാഗത്തെ റൂമിലാണ് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് മോഷണം നടക്കാൻ ചാൻസ് ഉണ്ട്, അനാവശ്യ ചിലവുകൾ വരാൻ ചാൻസ് ഉണ്ട്. അനാവശ്യ ചിലവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു വാഹനം കംപ്ലൈൻ്റ് അതിന് പൈസ മുടക്കണം, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസായി അതിന് പൈസ മുടക്കണം. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാശ് ചിലവായിക്കൊണ്ടിരിക്കും. അതായത് വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും തെക്ക് കിഴക്കുള്ള റൂമുകളിൽ പണം സൂക്ഷിക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം പണപ്പെട്ടിയോ അല്ലെങ്കിൽ നമ്മൾ കബോർഡോ നമ്മൾ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, തെക്ക് പടിഞ്ഞാറ് റൂം ബെറ്ററാണ്, ഇല്ലെങ്കിൽ തെക്ക് ഭാഗം ബെറ്ററാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം കൊള്ളാം. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമുക്ക് പണം സൂക്ഷിക്കാം. പണം സൂക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് വീട്ടിലിപ്പോൾ ഒരു റൂമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് നമുക്ക് പണം സൂക്ഷിക്കാം. മെറ്റൽ അലമാരകളൊക്കെ ആണെങ്കിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഉപയോഗിക്കാം. അത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തുറക്കത്തക്ക രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ തുറന്നു കഴിഞ്ഞാൽ സാമ്പത്തികം ഒഴുകിപ്പോകും. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, തെക്ക് പടിഞ്ഞാറുള്ള റൂമിൽ നമ്മൾ പണം സൂക്ഷിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് നമുക്ക് അലമാര തുറക്കത്തക്ക സൗകര്യം ഉണ്ടാക്കി വയ്ക്കാം. അത് ഒരിക്കലും പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ തുറക്കത്തക്ക രീതിയിൽ വയ്ക്കരുത്. വച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് എഴുതി വെച്ചോളൂ. നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തോണം. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ റൂമുകളിൽ നമ്മൾ പണം സൂക്ഷിക്കാം. പക്ഷേ ഫെങ്ഷുയി മുഖേന പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ ഉള്ള റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ പണം സൂക്ഷിക്കാം. പക്ഷേ വടക്കോട്ട് മാത്രമേ തുറക്കാവൂ. അത് തടിയിലുള്ള അലമാരകൾ മാത്രം. ശ്രദ്ധിക്കുക, തടിയിലുള്ള അലമാരയാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് തെക്ക് ഭാഗത്തുള്ള റൂമോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറുള്ള റൂമോ അല്ലെങ്കിൽ പടിഞ്ഞാറുള്ള റൂമിനകത്ത് അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് ആ റൂമിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചുകൊണ്ട് നമുക്ക് വടക്കോട്ട് തുറക്കത്തക്ക രീതിയിൽ കബോർഡ് സെറ്റ് ചെയ്യാം. കാരണം ഫെങ്ഷുയി മുഖേന സാമ്പത്തികത്തിൻ്റെ തട്ട് തെക്ക് കിഴക്കാണ്. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് സാമ്പത്തികത്തിൻ്റെ തട്ട് തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് വുഡിലുള്ളതാണ് ഇവിടെ വയ്ക്കാം, മെറ്റലിലുള്ള ഒരിക്കലും തെക്ക് കിഴക്ക് വയ്ക്കരുത്. അതൊന്ന് വളരെ ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നമ്മുടെ പണപ്പെട്ടി അല്ലെങ്കിൽ ക്യാഷ് ബോക്സ് പടിഞ്ഞാറോട്ട് തുറക്കരുത്, തെക്കോട്ടും തുറക്കരുത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തുറക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ക്യാഷ് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ചോദിക്കും, നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ തെക്ക് കിഴക്ക് ഇരിക്കുമ്പോൾ നമ്മളിരുന്നുകൊണ്ട് പണപ്പെട്ടി തുറക്കുന്നത് പടിഞ്ഞാറോട്ടല്ലേ? അങ്ങനെ വയ്ക്കാൻ പാടില്ല. ആ ക്യാഷ് വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ക്യാഷ് വാങ്ങി വയ്ക്കുന്ന സ്പേസ് നമ്മൾ ആ തെക്ക് പടിഞ്ഞാറേ മൂലയിലാവാം. അത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തുറക്കത്തക്ക രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുക.
അപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും വലിയ സംശയം ഒത്തിരി ആൾക്കാരോട് ചോദിച്ചോണ്ട് പറയുന്നത്. ഇപ്പം തന്നെ ഞാനൊരു വീട് പോയി നോക്കിയപ്പോൾ അവർക്കും ഈ ലോക്കറുകളുണ്ട്, അപ്പോൾ അതൊക്കെ വയ്ക്കാനുള്ള സ്ഥലമാണ് അവരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഇതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ കൊടുത്തത്. മുമ്പൊരു വീട്ടിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരെ വീട്ടിലും പണമൊന്നും സൂക്ഷിക്കുന്നില്ലല്ലോ, ഒന്നും സൂക്ഷിക്കാറില്ല. പക്ഷേ ₹1 ഒരു കോയിനാണെങ്കിലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു കാരണവശാലും സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓരോ റൂമുകളിലും ഓരോ വ്യത്യാസങ്ങളുണ്ട്, എനർജി ലെവലിനൊരു വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ ഫെങ്ഷുയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു വീടിൻ്റെ 4 ദിശകളും 4 കോണുകളുള്ളിടത്ത് 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ. അതുകൊണ്ടാണ് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്കും പണം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ തെക്ക് ഭാഗത്ത് പണം സൂക്ഷിക്കുന്നത് ബെറ്റർ, ഏറ്റവും നല്ലതാണ്. നേരെ മറിച്ച് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലോ അത് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഉപയോഗിക്കാം. വടക്ക് പടിഞ്ഞാറ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, അത് വായു കോണാണ്, കാശ് പറന്നു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഉപയോഗിക്കാൻ പാടില്ല. തെക്ക് കിഴക്കാണെങ്കിൽ അഗ്നി അല്ല മോഷണം ഉണ്ടാവുമെന്നും വടക്ക് കിഴക്കാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പല ആൾക്കാരും വടക്ക് കിഴക്കൊക്കെ ഒരു പൂജാമുറി ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൊക്കെ പണം വയ്ക്കാറ് ഒത്തിരി കണ്ടിട്ടുണ്ട്. അതൊരിക്കലും പാടില്ല. അപ്പം അത് നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും വീട്ടിൽ കാശ് സൂക്ഷിക്കേണ്ടത് ഈ പറയുന്ന സ്ഥലങ്ങളിലാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. പിന്നെ മറ്റൊരു കാര്യം ഒന്ന് അറിയിക്കാണ്ട്, ഇത് ഞങ്ങൾക്കിവിടെ ഒരു ടെലികോളർ ആവശ്യമുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ബയോഡേറ്റ ഒന്ന് അയച്ചു തരിക. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പ്രായപരിധിയൊന്നും പ്രശ്നമില്ല. നമുക്ക് വരുന്ന ഫോണുകൾ അറ്റൻഡ് ചെയ്യാനും മറ്റുള്ള മാനേജറും ബാക്കിയുള്ള എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ഒരു ടെലികോളറാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിൻ്റേതായ അക്കോമഡേഷൻ പോയി വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് താമസിക്കാനുള്ള സൗകര്യമുണ്ട്, അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഈ യോഗ ആൻഡ് മെഡിറ്റേഷൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിട്ട് അയക്കാം. പറ്റുമെങ്കിൽ നിങ്ങളിപ്പം തന്നെ 10-75 പേര് അതിലായിട്ടുണ്ട്. കാരണം ആരെയും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, സ്വമേധയായിട്ട് വരുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് അതിന് പഠിക്കുവാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളൂ. അപ്പം പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിനകത്തെ ലിങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ടെലിഗ്രാമിൽ നമ്മൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ അതിന് സംശയ നിവാരണത്തിനൊക്കെ വേണ്ടി അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഓട്ടെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോഴും അത് ഞാൻ മറന്നു പോവാണ്. എപ്പോഴും ഞാനത് ഇടയ്ക്ക് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാറുണ്ട്, സാറേ അത് തുടക്കത്തിൽ പറ. എനിക്കത് സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നു. ഓക്കെ, എന്നാൽ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ ഓർമ്മിച്ചിരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.